സൈഫ് സൈൻലാബ്ദീൻ കൂടി. സൈഫ്, എൽ ഡി എഫിന് ഒരു ഉണർവ് വന്നോ? LDF ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 റൗണ്ട് എണ്ണി തീരുമ്പോൾ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് 1610 വോട്ടിന്റെ ലീഡ് ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടിയിരുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ കുറഞ്ഞ ഒരു 3000-ൽ താഴെ വോട്ടിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി M സ്വരാജ് വിജയിക്കും എന്നുള്ള കണക്കാണ് ഇടതുമുന്നണി തയ്യാറാക്കിയത്. അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1610 എന്നുള്ളത് കുറഞ്ഞ് 1473 എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും LDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക്. ആത്മവിശ്വാസം. ഏതായാലും 4ാം റൗണ്ട് എണ്ണി തുടങ്ങിയിരിക്കുന്നു. 4ാം റൗണ്ടിലെ ആദ്യത്തെ 4 ബൂത്തുകൾ വഴിക്കടവാണ്. വഴിക്കടവ് കഴിഞ്ഞാൽ പിന്നെ മൂത്തേടം പഞ്ചായത്താണ്. മൂത്തേടം പക്ഷേ UDF ആധിപത്യമുള്ള സ്ഥലമാണ്. UDF ആധിപത്യമുള്ള മൂത്തേടത്ത് വഴിക്കടവിൽ ഉണ്ടായ തിരിച്ചടി പരിഹരിക്കാൻ, കോമ്പൻസേറ്റ് ചെയ്യാൻ ആര്യാടൻ ഷൗക്കത്ത് കഴിയുമോ, UDF കഴിയുമോ എന്നുള്ളതാണ് ഇനിയുള്ള സസ്പെൻസ്. അവിടെയും അൻവർ സ്പോയിലർ ആകുമോ എന്നുള്ളത് മറ്റൊരു സസ്പെൻസ്. ഇനി നമുക്കറിയാം, ഇപ്പോൾ 11,090 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കൃത്യം കണക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വോട്ടെണ്ണൽ കഴിയുമ്പോഴും ലഭ്യമാകുന്ന കൃത്യം കണക്കാണ് ടാലിയിൽ കാണുന്നത്. അതിൽ കൂടുതൽ നൽകാൻ കഴിയില്ല, കാരണം വോട്ടെണ്ണി കഴിഞ്ഞാലേ നമുക്ക് ആ സംഖ്യ കിട്ടൂ. വോട്ടെണ്ണി കഴിഞ്ഞ് കൃത്യമായി കിട്ടുന്ന സംഖ്യയാണ് മീഡിയ വൺ അതിന് ടാലിയിൽ കാണിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് വലിയ കണക്കുകൾ കാണിക്കുക എന്നുള്ളത് സത്യസന്ധമല്ല. വോട്ടെണ്ണി കഴിഞ്ഞിട്ടുള്ള കൃത്യമായ കണക്കാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം നമുക്ക് തിരുത്തേണ്ടി വരില്ല അത് എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ 16,110 വോട്ടുകളാണ്. അതായത് 4ാം റൗണ്ട് വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. 4ാം റൗണ്ടിലെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ 4 ബൂത്തുകൾ വഴിക്കടവിലേതാണ്, പിന്നീട് മൂത്തേടം പഞ്ചായത്തിലേതാണ് എണ്ണുന്നത്. മൂത്തേടവും UDF മേൽക്കെയുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ അൻവർ സ്പോയിലർ ആകുമോ എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ അതല്ല, അൻവറിന് വഴിക്കടവിൽ ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു ഇൻഫ്ലുവൻസ് മൂത്തേടത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒന്ന് ശ്വാസം വിടാം UDF. കാരണം പിന്നെ അൻവറിന്റെ ഒരു സ്പോയിലിംഗ് എഫക്ട് മറ്റു പഞ്ചായത്തുകളിൽ എത്ര ഉണ്ടാകും എന്നുള്ളതിൽ ആശങ്ക വേണ്ടതില്ല. വഴിക്കടവിലേതുപോലെ ഒരു ഇമ്പാക്ട് മൂത്തേടത്തുണ്ടാക്കാൻ അൻവറിന് കഴിയുമോ? അത് അൻവർ ഇനി പിടിക്കാൻ പോകുന്ന വോട്ടുകൾ UDF മാത്രമാകുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. കാരണം ആ വോട്ടുകൾ മാത്രമല്ല കാർന്നതിന് അൻവർ LDF വോട്ട് കാർന്നതിനാൻ സാധ്യതയുണ്ട്. ആ ഒരു ആശങ്കയും LDF ഉണ്ട്. എന്തായാലും 1469 വോട്ടിന്റെ ലീഡുമായി ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. 4ാം റൗണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. 4ാം റൗണ്ടിൽ വോട്ടെണ്ണലിന്റെ വിവരങ്ങൾ അപ്പോൾ അത് ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ നൽകുന്നതാണ്. മൂത്തേടം പഞ്ചായത്തിൽ UDF അല്പം കൂടി തങ്ങൾ ലീഡ് ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. 1469 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 3000 വോട്ടിനെങ്കിലും ലീഡ് ചെയ്ത് 12,000 ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴും തോൽക്കും UDF എന്ന് ആവർത്തിച്ച് അല്ലെങ്കിൽ തോൽക്കും UDF എന്ന് പറയാൻ കഴിയുന്ന നിലയ്ക്കല്ല കണക്കുകൾ പോകുന്നത്. പക്ഷേ കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാക്കുക, അപകട സാധ്യതകളെ മറികടന്ന് ആദ്യം തന്നെ ലീഡെടുത്ത് പോവുക എന്നത് ഒരു ഉറപ്പുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നതിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഏത് സമയത്തും വേണമെങ്കിലും മറിയാൻ കഴിയുന്ന തരത്തിലുള്ള ദുർബലമായ ലീഡ് മാത്രമേ ഈ ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ഉറപ്പാക്കി നിർത്താൻ കഴിയുന്നുള്ളൂ. PV അൻവർ ഇത്രയും വോട്ടുകൾ പിടിച്ചില്ലായിരുന്നു എങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ഒരു കൂറ്റൻ മുന്നേറ്റം ഉണ്ടാക്കിയത്. കാരണം എന്താണ്? LDF അവരുടെ വോട്ടുകൾ അതേപടി നിലനിർത്തുന്നുണ്ട്. UDF വോട്ടുകൾ നഷ്ടപ്പെടുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ PV അൻവറിനെ മാറ്റി നിർത്തിയത് ഗുണപരമായില്ല എന്ന് ആദ്യത്തെ ഈ മണിക്കൂറുകളിലെ പ്രകടനം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നത് കാണാം. വഴിക്കടവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UDF ശക്തി കേന്ദ്രമാണ്. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് 43 മുതൽ 46 വരെയുള്ളത് 4ാം റൗണ്ടിലേത് ബൂത്തുകൾ എന്ന് പറയുന്നത് വഴിക്കടവിലെ ബൂത്തുകൾ തന്നെയാണ്. ആ ബൂത്തുകൾ കൊണ്ട് എന്തെങ്കിലും കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇനിയുള്ള ട്രെൻഡ് കണ്ട് പ്രയാസമായിരിക്കും. അടുത്തത് പിന്നെ മൂത്തേടമാണ് 47 മുതൽ 56 വരെ. അവിടെ ഡെമോഗ്രഫി അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് ചില ശക്തി കേന്ദ്രമായ ചില സാമുദായിക സമവാക്യം വരെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് PV അൻവർ ക്യാമ്പ് ഇപ്പോൾ മൂത്തേടത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറ്റുനോക്കാനുണ്ട്. മൂത്തേടവും ആ നിലയ്ക്ക് അപ്പോൾ ആകാംക്ഷാഭരിതമായ ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നെടുത്തു കാണാം.